വീട്ടിലെ സാഹചര്യം നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ MP MK രാഘവൻ അങ്ങോട്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. സംസ്കാര ചടങ്ങുകൾ എപ്പോഴേക്ക് നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്? എനിക്ക് തോന്നുന്നു ഒരു 1.5 മണിക്കൂറിനുള്ളിൽ അർജുനെയും കൊണ്ട് വീട്ടിലേക്ക് എത്തും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എപ്പോഴേക്ക് സംസ്കാര ചടങ്ങുകൾ ഏത് സമയത്തേക്കാണ് ക്രമീകരിച്ചിരിക്കുന്നത്? അതിൻ്റെ തയ്യാറെടുപ്പുകളൊക്കെ ആയിക്കഴിഞ്ഞു. എന്താണ് വീട്ടിലെ ഒരു അവസ്ഥ സാനിയ മനോമി? അരുൺ, സംസ്കാര ചടങ്ങുകൾ പറഞ്ഞിരിക്കുന്നത് 11 മണിക്കായിരുന്നു. പക്ഷേ അല്പം വൈകുമെന്നുള്ളൊരു സൂചനയാണ് നമുക്കിപ്പോൾ കിട്ടുന്നത്. കാരണം സംസ്കാരം ഇവിടെ എത്താൻ 8 മണിയാണ് പ്രതീക്ഷിച്ചിരുന്നതെങ്കിലും അതല്പം കൂടി വൈകാനുള്ള സാധ്യത കണക്കിലെടുത്ത് സംസ്കാര ചടങ്ങുകളും കുറച്ചുകൂടി വൈകാനാണ് സാധ്യത എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും എല്ലാ ഒരുക്കങ്ങളും ഇവിടെ നടത്തിക്കഴിഞ്ഞു. അർജുൻ്റെ സ്വന്തം വീടിൻ്റെ പുറകുവശത്തായാണ് ചിതയൊരുങ്ങുക. അവിടെ വെച്ചായിരിക്കും അർജുൻ്റെ അവസാന യാത്ര എന്ന് നമുക്ക് പറയാനാകും. അതിനുശേഷം അർജുന് ഈ വീട്ടുമുറ്റത്ത് തന്നെ ശവമഞ്ചത്തിൽ ഒരുക്കിയിരിക്കുന്ന പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന ഒരു ശവമഞ്ചം, അതിൽ അർജുനെ കിടത്തും. അവിടെ വെച്ച് അദ്ദേഹത്തെ ആളുകൾക്ക് കാണാനുള്ള ഒരു സൗകര്യം ഒരുക്കും. 72 ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം ഒരു നാട്ടിലേക്ക് അർജുൻ തിരികെ വരികയാണ് എന്നുള്ളതാണ്. തൻ്റെ സ്വന്തം വീട്ടിലേക്ക്, താൻ നേരത്തെയൊക്കെ നമ്മളൊക്കെ സൂചിപ്പിച്ചതുപോലെ തൻ്റെ സ്വന്തം അധ്വാനത്തിൽ മാത്രം ഉണ്ടാക്കിയെടുത്ത ഒരു വീട്, ആ വീട്ടിലേക്ക് അർജുൻ വീണ്ടും എത്തുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ നമുക്കിപ്പം MK രാഘവൻ MP ഉണ്ട്. ഒന്ന് എങ്ങനെയാണ്? ഓക്കെ, അദ്ദേഹത്തിന് ഇപ്പോൾ സംസാരിക്കാനുള്ള പ്രയാസമാണ്. കാരണം നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ അടുത്താണ് ആദ്യമായി ഈ കുടുംബം സഹായവും അഭ്യർത്ഥിച്ച് പോയിരുന്നത്. അതായത് നമ്മളൊക്കെ കാണുമ്പോൾ അന്ന് രാത്രി നമ്മൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തുമ്പോൾ അവിടെയാണ് ജൂലൈ 18-ന് കുടുംബം ഉണ്ടായിരുന്നത്. അവരവിടെ വന്നാണ് നമ്മളോട് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ആദ്യമായി മാധ്യമങ്ങൾക്ക് മുൻപെത്തിയത്. ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. അർജുൻ്റെ ഒരു വലിയ ഫോട്ടോയാണ് പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന ശവമഞ്ചത്തിന് സമീപം ഒരുക്കിയിരിക്കുന്നത്. നൂറുകണക്കിന് ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുകയാണ്. അർജുനെ പരിചയമുള്ള ആളുകളും പരിചയമില്ലാത്ത ആളുകളും അടക്കം നൂറുകണക്കിന് ആളുകളാണ് ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെയൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ മലപ്പുറം ജില്ലയിൽ നിന്നും കണ്ണൂർ ജില്ലയിൽ നിന്നും അടക്കമുള്ള ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. പോലീസ് സംവിധാനവും വളരെ കൃത്യമായി ഇവിടെ ഉണ്ട്. ACP മെഡിക്കൽ കോളേജ് ACP ഉമേഷിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവിടെ ക്യാമ്പ് ചെയ്യുന്നത്. ഇപ്പോൾ അർജുനെ ഇങ്ങോട്ടേക്ക് അനുഗമിച്ചുകൊണ്ട് കർണാടക സർക്കാരിൻ്റെ പ്രതിനിധികളായി സതീഷ് സൈൽ MLA-യും അതുപോലെ പോലീസും ഒക്കെ അവിടെ നിന്നും വരുന്നുണ്ട് എന്നാണ് അറിയിച്ചത്. ഏതായാലും ഇവിടെയുള്ള ക്രമീകരണങ്ങളൊക്കെ വളരെ കൃത്യമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 72 ദിവസം ആയി കാത്തിരിക്കുന്ന ക്രമീകരണങ്ങളൊക്കെ വീട്ടിൽ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. അർജുനെ വീട്ടിലേക്ക് എത്തിച്ചാൽ അരമണിക്കൂറിനുള്ളിൽ, പക്ഷേ 1-1.5 മണിക്കൂറിനുള്ളിലാണ് പൊതുദർശനം ക്രമീകരിച്ചിരിക്കുന്നത്. പക്ഷേ വലിയൊരു നിര അർജുനെ കാണാൻ വേണ്ടി കണ്ണാടിക്ക് ഗ്രാമത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അർജുൻ്റെ ഭൗതിക ശരീരത്തെ അനുഗമിച്ചും അല്ലാതെയും ധാരാളം ആളുകൾ കണ്ണാടിക്കൽ ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുന്നു.